പിന്നെ എൻ്റെ അടുക്കളത്തോട്ടം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അത്രയൊന്നും ഇല്ലയെന്നറിയാം നിങ്ങൾക്ക്, ചെറിയൊരു അടുക്കളത്തോട്ടമാണ്. പക്ഷേങ്കിൽ അതിലുണ്ടാകുന്ന ഓരോ ചെടിയും നമ്മുടെ സന്തോഷം സമാധാനമാണ്. കണ്ടില്ലേ, ഞാൻ ഉണ്ടവഴുതനങ്ങേൻ്റെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് മുളക് കേട്ടോ, ചെറിയൊരു ഉണ്ടമുളക് തന്നെയാണ്. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മളെ സ്ട്രോബെറിയാണ് കേട്ടോ. ഇപ്രാവശ്യം സ്ട്രോബെറി കുറച്ച് വലിയതാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആകെ 2 ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒന്ന് ശരിയായി കിട്ടിയില്ല. അപ്പോൾ ഇതുണ്ടോ, ഒന്ന് നശിച്ചുപോയി, ഒരാൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഒന്നാണെങ്കിൽ ഒന്ന് കണ്ടില്ലേ. അപ്പോൾ നല്ല പുളിയാണെങ്കിലും നമ്മൾ ഫ്രഷായി കിട്ടുമ്പോൾ. അപ്പോൾ ഇത് നമ്മളന്ന് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായി കടയിൽ. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ സ്ട്രോബെറിക്ക് പകരം നമ്മളെ ചീരയാണ് മുളച്ച് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, മുളയ്ക്കൊന്നുമില്ല എന്നറിയാലോ. പിന്നെയുള്ളത് വെള്ളരിയാണ്. വെള്ളരിയിൽ ചെറിയൊരു വെള്ളരി കേട്ടോ, കേട്ടോ, ചെറിയ വെള്ളരി 2 ഉണ്ട്. ഒന്ന് അതിനേക്കാളും കുഞ്ഞനാണ് കേട്ടോ, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നമുക്കത് സന്തോഷം. ഇത് ചതുരപ്പയർ. പിന്നെ ഞാൻ മുളക് പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ച് നടാൻ പാകത്തിനായിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച് നടണം. ഒത്തിരി ഉണ്ട് കേട്ടോ മുളക് തൈ. അതിനിടയ്ക്ക് നമ്മളെ പൊന്നാങ്കണ്ണി നല്ലപോലെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ചീരയാണ് കണ്ടോ, ചീര കേട്ടോ. നമ്മൾ ചാക്കിൽ നട്ടിട്ടുണ്ട്. പിന്നെ ഇത് മണിത്തക്കാളിയാണ്, ചെറിയ മണിത്തക്കാളി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നമ്മളെ കപ്ലങ്ങ വിത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ്ടോ ഒരു ഉള്ളി മുളയ്ക്കുന്നുണ്ട്. പിന്നെ ഈ തറയിൽ നട്ട ചീരയാണ് കേട്ടോ ഇത്. എന്തായാലും പെട്ടെന്നൊരു കറിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് നമുക്ക് ചീര കിട്ടും കേട്ടോ. കാണാൻ വലിയ അതായിട്ട് നന്നായിട്ടൊന്നും ഇല്ലെങ്കിലും കറി വെക്കാനായിട്ടൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ അഗസ്ത് ചീര ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല കേട്ടോ, 4-5 ഉണ്ടായിരുന്നു. എല്ലാം അത് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നേ കുറച്ച് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചീര നമുക്ക് പറിച്ചെടുക്കാം. പറിക്കാനൊരു സങ്കടമുണ്ട്, എന്നാലും പറിച്ചു കഴിഞ്ഞാണ്ടല്ലേ ഇതേപോലെ നമുക്ക് പിന്നെയും അത് തളർത്ത് വരുമല്ലോ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, കാരണം നീണ്ടു പോവേ ഉള്ളൂ. അപ്പം മുറിച്ചു കൊടുത്താൽ നന്നായിട്ട് എന്താ പറയുക, കുറേ ശീലങ്ങൾ വന്നോളും. കണ്ടില്ല, നമ്മളെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പൊന്നാങ്കണ്ണി നട്ടിരിക്കുന്ന കേട്ടോ. അപ്പം അതിൻ്റെ നടുവിലൊരു ചീര ഞാൻ വിത്തിനായിട്ട് ഇങ്ങ് വിട്ടതാണ്. ഇതായിട്ടുണ്ട്, ഏകദേശം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ചീര കിട്ടി. അപ്പോൾ നമുക്ക് മുളക് പറിക്കാം. ചീരമുളക് കേട്ടത് നല്ല എരിവല്ല, അപ്പോൾ ഇതൊക്കെ മതി. പിന്നെ കുറച്ച് ഉള്ളിത്തണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയൊന്നും ഇല്ലാതെ 2-3 ചോടുണ്ടായിരുന്നു. കേടായത് കൊണ്ട് നട്ടതാണ്. അപ്പോൾ അതും പറിച്ചെടുക്കാം. അങ്ങനെ ഈ ചീരയും കൂടി പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ റോഡൊക്കെ അത് കാണാവേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉപ്പേരിക്കുള്ള ചീര ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.